നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. നഗരത്തിലെ മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുക, അറിവും അനുഭവ സമ്പത്തും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന പേരിൽ മഹോത്സവം സംഘടിപ്പിക്കുന്നു. പറയുന്നതുപോലെ ഈ വയോജനോത്സവം മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന ഈ പരിപാടി കഴിഞ്ഞ മാസം ക്രിസ്മസിന് ശേഷം അതിന് തുടർച്ചയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. രണ്ട് മരണം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് മരണം ഉണ്ടായതുകൊണ്ട് തന്നെ MP സാറിന്റെയും അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും അദ്ദേഹത്തിന്റെയും രണ്ടുപേരുടെയും മരണം കാരണം നമ്മൾ ആ ഡേറ്റ് മാറ്റി മറ്റൊരു ദിവസത്തേക്ക്, ദുഃഖാചരണത്തെ തുടർന്നൊക്കെ മാറ്റി മറ്റൊരു ദിവസത്തേക്ക് ക്രമീകരിക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാന നഗരത്തിൽ കലോത്സവം സംഘടിപ്പിച്ചതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി 2025 ജനുവരി മാസം 10 മുതൽ, അതായത് നാളെ മുതൽ അതിന്റെ പരിപാടികൾ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. 16 വരെയാണ് വിവിധ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ കലാകായിക മത്സരങ്ങളുണ്ട്, മുതിർന്ന പൗരന്മാരുടെ സംഗമമുണ്ട്. മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ഈ പുതിയ തലമുറയും മുതിർന്ന തലമുറയുമായിട്ടുള്ള എല്ലാവരുടെയും സംഗമം കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നഗരരത്ന പുരസ്കാരം വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന 100 വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും ആദരിക്കുന്നതിന് വേണ്ടിയും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. 2025 ജനുവരി 10 മുതൽ 16 വരെ വിവിധ വേദികളിലായി കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പ്, ഫുഡ് ഫെസ്റ്റ്, വിപണനമേള എന്നിവ ഈ ഉത്സവത്തിന്റെ ഭാഗമാക്കുന്നു. ജനുവരി 10 വൈകുന്നേരം 4 മണിക്ക് നഗരസഭാ അങ്കണത്തിൽ നിന്നും മാനവീയം വീതി വരെ സായാഹ്ന നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, മുതിർന്ന പൗരന്മാർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. വൈകുന്നേരം 5 മണിക്ക് മാനവീയം വീതിയിൽ ഓളം ബാൻഡ് ഒരുക്കുന്ന നാടൻ പാട്ടും ഉണ്ടാകും. ജനുവരി 16 നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൗരന്മാർക്ക് നഗരരത്ന പുരസ്കാരം നൽകുന്നു. തദവസരത്തിൽ 100 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു. പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ നഗരവാസികളെയും സ്വാഗതം ചെയ്യുന്നു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു.